തൃശൂർ പൊന്നാനിക്കോളിന്റെ ഭാഗമായ ചാലാടിപ്പാടത്ത് കതിരിട്ട് നിൽക്കുന്ന വയലിനോട് ചേർന്ന തണ്ണീർത്തടത്തിലാണ് ഭൂമാഫിയ കണ്ണുവച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഒരേക്കറിലധികം ഭൂമി ഇവിടെ നികത്തിയെടുത്തു. ഇതിനായി ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യവും കെട്ടിടാവശിഷ്ടങ്ങളും. ഇതിനു മുകളിൽ മണ്ണിട്ട് നിരത്തിയാണ് നിലം നികത്തൽ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അർദ്ധരാത്രിയിലാണ് നിലം നികത്തൽ പുരോഗമിക്കുന്നത്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെയും ചില മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഭൂമാഫിയയ്ക്കുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇവർ പുലർച്ചയ്ക്ക് അടിക്കുന്നു. പുലർച്ചെ രാത്രി അടിക്കുമ്പോൾ പാടത്ത് ഈ ബണ്ടും കൂടെ ആൾക്കാരെ കണ്ണു വെട്ടിച്ചിട്ടുണ്ട്, നാട്ടുകാരെ കണ്ണു വെട്ടിച്ചിട്ടുണ്ട് അടിക്കുന്നത്. മെയിൻ റോഡിലൂടെ അടിക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ വണ്ടി തടയുക. അപ്പോൾ ഇത് കാണാണ്ടിരിക്കാൻ ഈ പാടത്തോടെ ബണ്ടും കൂടെ കാണാത്ത രീതിയിലാണ് ഒന്നടിച്ചു പോണത്. അത് ഒരു ദിവസം ചിലപ്പോൾ 2 വണ്ടി അല്ലെങ്കിൽ 3 വണ്ടി അടിക്കും. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തേക്ക് കഴിയുമ്പോൾ വീണ്ടും 2 വണ്ടി 3 വണ്ടി അടിക്കും. അതിന് ശേഷം ഒരു ദിവസം വന്ന് JCB വന്ന് ഒറ്റ നിരത്ത് പുലർച്ചെ വന്നിട്ട് അല്ലെങ്കിൽ രാത്രി വന്ന് നിരത്തി ആരും കാണാത്ത രീതിയിൽ പോവുക. മാലിന്യം നിക്ഷേപിച്ചുള്ള നിലനികത്തൽ മൂലം സമീപത്തെ കിണറുകളെയും കൃഷിയെയും സാരമായി ബാധിക്കുന്നുണ്ട്. നിലനികത്താൻ അനുമതി നൽകിയിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. നേരത്തെ ജില്ലാ സബ് കളക്ടർമാരായിരുന്ന മീർ മുഹമ്മദ് അലിയും ഹരിത വി കുമാറും നിലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും അത് പ്രായോഗികമായിട്ടില്ല. ഈ വിധത്തിലാണ് കോൾപ്പടവുകൾ നികത്തുന്നത്. നടപടി ഉണ്ടാകണം. വയലേലകൾ വയലേലകളായി തന്നെ നിലനിൽക്കണം. ക്യാമറാമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.